ഹസദ്, റിയാ, അങ്ങനെ തുടങ്ങിയ അതുപോലെയുള്ള ശഹ്വത്ത്, അങ്ങനെ തുടങ്ങിയുള്ള മനസ്സിന്റെ രോഗങ്ങളില്ലേ, ആ രോഗങ്ങളിൽ നിന്നൊന്ന് കഴുകി വൃത്തിയാക്കണം. ആരോടും പകയില്ലാത്ത മനസ്സുകളും അസൂയില്ലാത്ത മനസ്സുകളും, ആര് വലുതായാലും അൽഹംദുലില്ലാഹ് അവന്റെ വളർച്ചയിൽ സന്തോഷിക്കാൻ കഴിയണം, മറ്റുള്ളവന്റെ പുരോഗതിയിൽ സന്തോഷിക്കാൻ കഴിയണം. അങ്ങനെ സന്തോഷിക്കുമ്പോഴാ നമ്മളെ മക്കൾക്ക് റബ്ബ് ബർക്കത്ത് കൊടുക്കുന്നത്, നമുക്ക് കിട്ടിയതിൽ അല്ലാഹു ബർക്കത്ത് തരുന്നത്. മറ്റുള്ളവനോടുള്ള അസൂയയുമായി പകയുമായി ജീവിച്ചാൽ കിട്ടിയതിൽ ബർക്കത്ത് ഉണ്ടാകൂല, കിട്ടിയത് മതിയാകൂല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മറ്റുള്ളവന്റെ മകൻ വളർന്നു വരുമ്പോ ഭയങ്കര അസൂയ, അവനെങ്ങനെ കുറ്റം പറയാൻ കഴിയും, അവനെങ്ങനെ ജനങ്ങളുടെ താറടിക്കാൻ കഴിയും, മറ്റുള്ളവന്റെ മക്കളെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാൻ കഴിയും, ഇങ്ങനെയുള്ള ചിന്തയാണോ നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് സന്തോഷിക്കാൻ കഴിയൂല, നിന്റെ നിയമത്ത് കൊണ്ട് നിനക്ക് സന്തോഷിക്കാൻ കഴിയൂല. മനസ്സ് നന്നാക്കി തിന്മകളിൽ നിന്ന് കൈ വൃത്തിയാക്കി എല്ലാം തന്ന രാജാവായ റബ്ബ്, ആ റബ്ബ് തന്നതല്ലാതെ എന്റെ കയ്യിലില്ല, അവൻ എനിക്ക് കണക്കാക്കിയതല്ലാതെ എന്റെ കയ്യിൽ വരൂല. അവൻ എന്റെ കയ്യിൽ ഇത്ര ലക്ഷം ഇത്ര കോടി എത്ര പണമാണോ എന്റെ കൈ കൊണ്ട് വിനിമയം നടത്താൻ അവൻ തീരുമാനിച്ചത്, അത് വിനിമയം നടത്താതെ ഞാൻ മരിക്കൂല. ഇതുറച്ച് വിശ്വസിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ കഴിയണം. എനിക്ക് എത്രയാണോ അള്ളാഹു കണക്കാക്കിയത് അതിന്റെക്കാൾ ഒരു 25 പൈസ പോട്ടെ, ഒരു പൈസ പോലും, ഒരു നയാ കാശ് പോലും എന്റെ കൈ കൊണ്ട് അസൂയ കൊണ്ടോ ഗീബത്ത് പറയൽ കൊണ്ടോ നമീമത്ത് പറയൽ കൊണ്ടോ മറ്റുള്ളവനെ ചെറുതാക്കിയത് കൊണ്ടോ മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞത് കൊണ്ടോ എനിക്ക് സമ്പാദിക്കാൻ കഴിയില്ല. അള്ളാഹു എനിക്ക് കണക്കാക്കിയത് ഞാൻ ഏത് അസൂയക്കാരനായാലും ഏത് ഗീബറനായാലും ഏത് മോശക്കാരനായാലും എങ്ങനെയുള്ളവനായാലും എന്റെ കയ്യിലൂടെ വിനിമയം നടത്തപ്പെടും. ആ വിനിമയം നടത്തപ്പെടുന്നതൊക്കെയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങളെ നീ കിബറന്മാരിൽ പെടുത്തി നശിപ്പിക്കരുത് റഹ്മാനെ. അള്ളാഹിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ റമളാനെ സ്വീകരിക്കാൻ വേണ്ടി ഷഹറുൽ മുവാസാത്ത് വിട്ടുവീഴ്ചയുടെ മാസം വരുമ്പോൾ ഏത് തെറ്റ് ചെയ്തവനും വിട്ടുവീഴ്ച ചെയ്ത് സമ്പത്ത് കട്ടെടുത്തു എന്ന് തോന്നിയവനാണെങ്കിൽ അവനും പൊരുത്തപ്പെട്ടു കൊടുത്തു. എന്നിട്ട് അവൻ നന്നാകട്ടെ, അവനെ കൊണ്ട് നന്നാകട്ടെ, അവനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് അവനോട് പച്ചയായി പ്രഖ്യാപിച്ച് ആരെപ്പോലെ മഹാനായ ഇമാമുൻ നവവി, മഹാനായ ഇമാമുൻ നവവി ഉറക്കെ ഇമാമുൻ നവവി, ഉറക്കെ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. ആരാ ഇമാം നവവി റളിയല്ലാഹു അൻഹു? ശാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം പറയേണ്ട ഒരാളാ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്തൊരു സൂക്ഷ്മതയുള്ള ജീവിതമാണ്. വീട്ടിൽ നിറയെ സമ്പാദിച്ചു വെച്ചത് കൊണ്ടല്ല, കോടിക്കണക്കിന് ഉറുപ്പിന്റെ ആസ്തി ഉണ്ടായിട്ടല്ല, ഉള്ളതിന് നല്ല സംതൃപ്തിയുള്ള ജീവിതമാണ്. അതിനാ ഖനാഅത്ത് എന്ന് പറയുന്നത്. എത്ര കിട്ടിയാലും മതിയാകാത്ത മനസ്സല്ല. അള്ളാഹു എന്നെ ഇതുവരെ വെറുതെ ആക്കിയിട്ടില്ല. ആവശ്യമുള്ളതൊക്കെ എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഉറച്ച വിശ്വാസമായി മുന്നോട്ട് പോയി നോക്കും. എന്തൊരു മനസ്സമാധാനം എന്നറിയോ? അതേ സ്ഥാനത്ത് അവൻ എത്രയാ കിട്ടിയത്, എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ, എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ മരണം വരെ സമാധാനം ഉണ്ടാകൂല. അതേ സ്ഥാനത്ത് ഇതുവരെ അൽഹംദുലില്ലാഹ് ഞാൻ ഒരാളെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് സ്വന്തത്തിൽ വന്നിട്ടില്ല. ആരെ മുന്നിൽ സ്വന്തം ആവശ്യത്തിന് ചോദിച്ചിട്ടില്ല. ജനിച്ചു വീഴുമ്പോ തന്നെ കണ്ണിന് കാഴ്ച തന്നു, കാതിന് കേൾവി തന്നു, കൈക്ക് ആരോഗ്യം തന്നു, കാലിന് ആരോഗ്യം തന്നു. ഇങ്ങനെ അന്ന് മുതൽ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മയുടെ പാല് കുടിച്ച് തുടങ്ങിയതാ. ഇതുവരെ കഴിച്ചതൊക്കെ ദഹിച്ചിട്ടുണ്ട്. ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ, ഒരു വിഷമം ഉണ്ടായിട്ടില്ലല്ലോ. ആ ഉമ്മാന്റെ പാല് കുടിക്കുന്ന സമയത്ത് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, ഉമ്മ എന്നെ കുടിപ്പിച്ചിട്ടുണ്ട്. എന്നാ ഇന്ന് വരെ എന്റെ വാപ്പ എനിക്ക് ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ട്. എന്നാ ഇതൊക്കെ കഴിഞ്ഞാലും എന്റെ റബ്ബ് ഇന്ന് വരെ എന്നെ വെറുതെ ആക്കിയിട്ടില്ല. വാപ്പ ചിലപ്പോ ഒരു പ്രായം കഴിഞ്ഞ് കല്യാണമായി, 3 മക്കൾ 4 മക്കൾ 5 മക്കൾ എന്ന് പറയുമ്പോ അല്ല മോനെ വീടെടുക്കാനായില്ലേ, വീട്ടിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ലേ? വാപ്പ ചോദിച്ചു, ഉമ്മ ചോദിച്ചു, കുടുംബങ്ങൾ ചോദിച്ചു, എല്ലാവരും ചോദിച്ചില്ലേ? നാട്ടുകാരൊക്കെ സൗര്യക്കേടാക്കാൻ തുടങ്ങി. എല്ലാടോ വീട്ടിൽ വേറെ ആളുകൾ കല്യാണം കഴിക്കാനില്ലേ? എന്താ വീടെടുക്കാനായില്ലേ? വീട്ടിൽ നിന്ന് വിട്ടുപോകാനായില്ലേ? വേറെ വീടെടുക്കാനായില്ലേ? അള്ളാഹു ഇതൊന്നും ചോദിച്ചില്ല. അള്ളാഹു എല്ലാ സമയത്തും നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഒന്നും ചോദിച്ചിട്ടല്ല. നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥതയോടെ ചോദിച്ചോ? ഇതുവരെ ഇഖ്ലാസോടെ ചോദിച്ചോ? ഇതുവരെ നിസ്കരിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ വേണം, അള്ളാഹു എല്ലാം തരും എന്നുള്ള പ്രതീക്ഷയിൽ ഭയങ്കര ഇഖ്ലാസോടെ നിസ്കരിച്ചു. ഒരൊറ്റ റക്അത്തുണ്ടോ? ഒരു വഖത്ത് നിസ്കാരം ഉണ്ടോ എന്നല്ല ചോദിച്ചത്. ഒരൊറ്റ റക്അത്തുണ്ടോ? പൂർണ്ണമായി എല്ലാ ശ്രദ്ധയോടുകൂടെ കിബറില്ല, ഔജുബില്ല, റിയാ ഇല്ല, പ്യൂർ മനസ്സും കൊണ്ട് അല്ലാഹ് എന്ന് വിളിച്ച് അള്ളാഹുവിന്റെ പേര് ഒരൊറ്റ വട്ടം പറയാൻ ഈ പാവപ്പെട്ട മുത്തഅല്ലിമിന് കഴിഞ്ഞോ? നമുക്ക് കഴിഞ്ഞോ? ഒരൊറ്റ വട്ടം അല്ലാഹ് എന്ന് മാത്രം ചിന്തിച്ച് വേറെ ഒരു ചിന്തയുമില്ല, അള്ളാഹിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ഭയങ്കര ഇഖ്ലാസ് എല്ലാം തികഞ്ഞ നിലക്ക് അള്ളാഹിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി
അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരു പരിപൂർണമായ ഒരു വിളി അങ്ങനെ വിളിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്നുണ്ടായിരുന്ന ഭൗതിക ലോകത്തുള്ള നിയമത്തിനേക്കാൾ ഭൗതിക ലോകത്ത് എത്ര നിയമത്ത് അള്ളാഹു നമുക്ക് തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമം അനുഭവിച്ചില്ലേ? പ്രയാസം അനുഭവിച്ചില്ലേ? പട്ടിണി കിടന്നില്ലേ? വിശപ്പ് സഹിച്ചില്ലേ? നമ്മളോ ഒരു നേരം വിശപ്പിന്റെ രുചി അറിഞ്ഞോ? ഒരു നേരം വിശപ്പിന്റെ രുചി അറിഞ്ഞോ? റമദാനിൽ നമ്മളോട് വിശപ്പിന്റെ രുചി അറിയാൻ വേണ്ടി 30 ദിവസം നോമ്പെടുക്കാൻ പറഞ്ഞിട്ട് പുലർച്ചക്ക് കിട്ടാത്ത ഭക്ഷണം ഉണ്ടോ? നോമ്പ് തുറക്കുന്ന സമയത്തില്ലാത്ത വിഭവങ്ങളുണ്ടോ? വിഭവങ്ങൾ കിട്ടിയിട്ട് മതിയാകുന്നുണ്ടോ? വീട്ടിൽ ഭാര്യ ഉണ്ടാക്കുന്നത് മതിയാകാത്തത് കൊണ്ട് ബേക്കറിയിൽ പോയി വാങ്ങിയില്ലേ? അതുപോലെ ഹോട്ടലിൽ പോയി വാങ്ങിയില്ലേ? എന്നിട്ട് മതിയായോ? എത്രയാ അല്ലാഹ് തന്നത്? ആ റബ്ബ് തന്നതിന് നന്ദി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹ് എന്ന് പറയുമ്പോ മനസ്സ് പിടക്കുന്ന ഹൃദയമെവിടെ? മനസ്സ് പിടക്കുന്ന ഹൃദയമെവിടെ? അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് എന്റെ റബ്ബല്ലേ അവൽ. അതേ സ്ഥാനത്ത് മരിച്ചുപോയ ഉമ്മ എന്ന് പറയുമ്പോ, അതേ സ്ഥാനത്ത് ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കണേ എന്ന് പറയുമ്പോ നമ്മളെ കൈയൊക്കെ പൊങ്ങിപ്പോയി, ഭയങ്കര ഖലാസായി പോയി. ഉമ്മാനോടുള്ള സ്നേഹാണ് വേണ്ടാന്നല്ല. അള്ളാഹു നമ്മളെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. നമ്മളെ ബാപ്പമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം അവരെ തണല് നമുക്ക് ലഭിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതേ സ്ഥാനത്ത് വിശ്വാസികളെ ഉമ്മ എന്ന് പറയുമ്പോ മരിച്ചുപോയ ഉമ്മാനോർത്ത് മനസ്സ് പൊട്ടി, ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ഉമ്മാനെ തന്നെ ഓർത്ത് മനസ്സ് പൊട്ടിയില്ലേ? ഉമ്മാന്റെ ദീർഘായുസിന് വേണ്ടി നമ്മളെ മനസ്സ് വേദനിച്ചില്ലേ? അള്ളാഹ് എന്റെ ഉമ്മാനെ കുറെ കാലം വേണമെന്ന് ആഗ്രഹിച്ചില്ലേ? എന്നാ ഞാൻ ചോദിക്കുന്നു, അല്ലാഹ് ആ സിട്ടാവായ റബ്ബിനെ കുറിച്ച് പറയുമ്പോ വജിലത്തു ഖുലൂബുഹും, ഈമാനുള്ളവന്റെ ഹൃദയം പിടക്കുമെന്ന് ഖുർആൻ. വിശ്വാസികളെ എത്ര നേരം പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മുസ്ലിയാർ അല്ലാഹു അക്ബർ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് നേരം കിട്ടിയോ? നമ്മൾ ആ ബാങ്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നമുക്ക് ഇജാബത്ത് കൊടുക്കാൻ നേരമില്ല, സമയമില്ല, അത് ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ ഭയങ്കര തിരക്കിലാണ്. അപ്പോഴും മൈദ വിൽക്കാനുള്ള തിരക്കിലാണ്, അരി വിൽക്കാനുള്ള തിരക്കിലാണ്, വാങ്ങാനുള്ള തിരക്കിലാണ്. ദുനിയാവിന്റെ ചിന്തയിലല്ലാതെ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന് പള്ളിയിൽ വിളിച്ചു പറയുന്ന സമയത്ത് പോലും 5 നേരം ഒരു 5 മിനിറ്റ് അല്ലാഹ് എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ നമുക്ക് നേരം കിട്ടിയോ? ഇല്ല. അല്ലാഹ് തരാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മുസ്ലിയാരെ, ഈ നാട്ടിൽ വലിയ മുതലാളിയില്ലേ, അയാൾക്ക് കിട്ടിയ പോലത്തെ വീട് എനിക്ക് കിട്ടിയില്ലല്ലോ. മോനെ, നീ ചിന്തിച്ചില്ലല്ലോ. അയാൾക്ക് വലിയ വീട് കിട്ടി, നിനക്ക് ഈ വീട് കിട്ടി. ഇതുമില്ലാത്ത എത്ര ആളുകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്ന് വേല കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു പള്ളിയിൽ പോകുന്ന സമയത്ത് ഒന്ന് മൂത്രമൊഴിച്ച് ഒന്നെടുക്കാന്ന് വിചാരിച്ച് കയറിയതാണ്. അവിടെയുള്ള ഗേറ്റിങ് തുറന്നപ്പോ ഒരാളൊരൊറ്റ ടാസിക്കലാണ് അല്ലാഹ് എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ കിടക്കാൻ സ്ഥലമില്ലാത്തോണ്ട് മുറ്റത്ത് കിടക്കുകയാണ്, പള്ളീന്റെ മുറ്റത്ത് കിടക്കുകയാണ്, പള്ളീന്റെ കൊലായിൽ കിടക്കുകയാണ്. അയാൾ എന്തിനാ അട്ടഹസിച്ചത് എന്നറിയോ? പള്ളിയിലെ മുഅദ്ദിൻ വന്നിട്ട് എന്നെ ഓടിക്കുമ്പോ ഒന്ന് പേടിച്ച് കരഞ്ഞതാകാം, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഇവിടെ കിടക്കരുത് എന്ന് പറയാൻ വേണ്ടി വന്നതാകാം. ആ റബ്ബ് കിടപ്പറ തന്നില്ലേ? ആ റബ്ബ് സൗകര്യം തന്നില്ലേ? ആ റബ്ബ് തരാത്തത് എന്താ ഉള്ളത്? നീ ആഗ്രഹിച്ചതുപോലുള്ള കിടക്ക തന്നില്ലേ? സൗകര്യം തന്നില്ലേ? കിട്ടിയതൊന്നും മതിയാകാതെ നമ്മൾ വീണ്ടും ആ മുതലാളിന്റെ വീട് വേണം, അവന്റേത് വേണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മോനെ നീ ഇങ്ങനെ നോക്ക്, ഒരു വീടുമില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, കുടുംബങ്ങളില്ല, ആർക്കും ചെലവിന് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് കിട്ടുന്ന സ്ഥലത്ത് കിടന്നുറങ്ങിയാണ്. ആ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ കടയുടെ ഉടമ വന്ന് ഓടിക്കുമോ എന്നുള്ള പേടിയില്ല അവർക്ക്. പള്ളിയിൽ കിടക്കുമ്പോ പള്ളി കമ്മിറ്റിക്കാരൻ വന്ന് അട്ടി ഓടിക്കുമോ എന്നുള്ള ബേജാറിലാണ് അവർക്ക്. പള്ളിയുടെ മുറ്റത്ത് കിടക്കുമ്പോഴും ബേജാറ് മാറിയില്ല. അല്ലാഹു നമുക്ക് തന്നതോ കിടക്കാൻ കിടപ്പറ തന്നു. ശ്വസിക്കുന്ന സമയത്ത് മൂക്കിൽ ശ്വാസം വലിക്കാനുള്ള സൗകര്യം തന്നു. കൊറോണ വന്നപ്പോഴാ ശ്വാസത്തിന്റെ ബഹുമാനം മനസ്സിലായത്, രോഗം വന്നപ്പോഴാ മനസ്സിലായത്. ഒക്കെ തന്ന രാജാവായ റബ്ബ്, ആ റബ്ബിനെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലദീനകൾ പറഞ്ഞില്ലേ, അങ്ങനെ ഒരുത്തൻ അല്ലാഹുവിനെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ലദ്ദത്തൊരാക്കങ്ങ് കിട്ടിയാൽ ഭൗതിക ലോകത്ത് എന്ത് കിട്ടിയാലും അവനാ ലദ്ദത്തെത്തിക്കാൻ കഴിയൂല. അതിനെന്ത് വേണം? അല്ലാഹ്. ഒന്ന് വിളിച്ചു നോക്കി, അല്ലാഹ്. നെഞ്ഞത്ത് കൈവച്ച് മനസ്സറിഞ്ഞൊന്ന് വിളിക്കും, അല്ലാഹ് 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 അല്ലാഹ്. പട്ടിണി കിടക്കുന്ന എത്ര ആളുകളുണ്ട്, ഒരു നേരത്തെ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നവർ,
ജയിലിൽ കിടന്നു. എന്തിന്റെ പേരിൽ? ഒരു തെറ്റും ചെയ്തിട്ടല്ല. ചെറിയ പിഞ്ച് പൈതലുകളെ ജയിലിലാ. എന്തിന്റെ പേരിൽ? ഏതോ രാഷ്ട്രീയക്കാരന് കസേരയിൽ കയറിയിരിക്കാൻ വേണ്ടി അവനുണ്ടാക്കിയ അപകടത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൈകാലുകൾ തകർന്നു കിടക്കുകയാണ്. എന്തിന്റെ പേരിൽ? ഒരു തെറ്റും ചെയ്തിട്ടല്ല. രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം കളിച്ചിട്ട് ബോംബ് പൊട്ടിയിട്ട് കാലി ചെതറിയിട്ട് എത്രയോ പിഞ്ച് പൈതലുകൾ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പല രാജ്യങ്ങളിലും കിടക്കുകയാണ്. അല്ലാഹു തആല ഓരോ സെക്കൻഡിലും ശ്വസിക്കാനും ഓരോ സെക്കൻഡിലും ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. ആ റബ്ബിന് ജീവിതം മുഴുക്ക കൊടുത്താൽ മുസ്ലിമേ മതിയാകുമോ? ഇല്ല. ആ അല്ലാഹ് അവനെ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ വജില്ലത്തു ഖുലൂബുഹും, അല്ലാഹ് എന്ന് പറയുമ്പോൾ ഹൃദയം പിടക്കുന്നതൊക്കെ പറയണം. അല്ലാഹ് എന്ന് പറയും. അല്ലാഹ് 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 അല്ലാഹ്. ആ സ്നേഹത്തിന്റെ വിളി അല്ലാഹുവിനെ വിളിക്കാനും ആ നിലക്ക് ഒറ്റയ്ക്ക് തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് നാട്ടുകാരെ കാണിക്കാനല്ല, വയല് കേൾക്കാൻ വന്ന ജനങ്ങളെ മുന്നിൽ ഭയങ്കര കരഞ്ഞു വയല് പറയുന്നവനാകാനല്ല, ജനങ്ങളെ മുന്നിൽ ഭയങ്കര വായിലാകാനല്ല, ഭയങ്കര പാട്ടുകാരനാകാനല്ല. ജനങ്ങളെ മുന്നിൽ എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും കൈപിടിച്ച് മുത്തണം. വയല് കഴിഞ്ഞു പോകുമ്പോ ഭയങ്കര വയല, ഭയങ്കര ജോറ, ഭയങ്കര കരഞ്ഞു പറഞ്ഞയാളാ. ഇത് പറയാനല്ല, സിദ്ധാവായ അല്ലാഹ് ആ റബ്ബിനെ പേടിച്ച് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആരും കാണാനില്ലാതെ ഇരുട്ടറയിൽ വിളിക്കണം. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ജയിലറയുടെ ഉള്ളിൽ വെച്ച് വിളിച്ചു അല്ലാഹുവിനെ. ഒറ്റയ്ക്കിരുന്ന് വിളിച്ചു, ഒരാളും കൂട്ടിട്ടില്ല. എല്ലാരും കിടന്നുറങ്ങുമ്പോ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ജയിലറയിൽ കിടന്ന് വിളിച്ചു. ആ വിളിക്ക് ഉത്തരം കൊടുത്തതാ കൊട്ടാരത്തിന്റെ ഭരണാധികാരിയായി മാറി മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. എന്നാ ജയിലറയിൽ പോയത് വിഷമം കൊണ്ടാണോ? അല്ല, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്, അല്ലാഹ് എനിക്ക് ഈ ദുനിയാവിൽ ഹറാം ചെയ്തതിനേക്കാൾ എനിക്ക് ഇഷ്ടം അല്ലാഹ് എനിക്ക് ജയിലറയാണ്. ആ ദുആക്ക് ഇജാബത്ത് കിട്ടിയിട്ട് ആ ജയിലറയിൽ പോയത്. ജയിലറയിൽ നിന്ന് മോചനം വേണമെന്നല്ല മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ജയിലറയിൽ പോയി ആഗ്രഹിച്ചത്, മറിച്ചോ അല്ലാഹുവിന്റെ പൊരുത്തം വേണം. ആ പൊരുത്തത്തിൽ ജീവിച്ചപ്പോ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് വലിയ തുറസ് അല്ലാഹു തആല നൽകി. ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറി. അതിനെന്ത് വേണം? അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയം വേണം. അതേ സ്ഥാനത്ത് ഇതൊന്നും ഇല്ലാത്ത ഏത് തമ്മാടിയുടെ കയ്യിലുല്ലേ ദുനിയാവ്? ദുനിയാവിന് വിലയില്ല, ഇഖ്ലാസോടുകൂടെയുള്ള ദുനിയാവിനെ വിലയുള്ളൂ. ഇല്ലെങ്കിലോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ഞാൻ വായിച്ചതൊക്കെ മഹാനായ ഔദുല്ലാഹ് മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ നോക്കി വരുമ്പോ അതിൽ കണ്ടതാ ഞാൻ പറഞ്ഞത്. മഹാനായ ഔദുല്ലാഹ് നിങ്ങൾ പറയുന്നു അവന്റെ കയ്യിൽ ദുനിയാവ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, രണ്ടും കൂടെയുള്ള ആഹാരം കിട്ടുമ്പോൾ ദുനിയാവ് കിട്ടുമ്പോഴേ ബഹുമാനമുള്ളൂ. അതേ സ്ഥാനത്ത് വെറും ദുനിയാവ് മാത്രം കിട്ടിയത് കൊണ്ട് അവൻ രക്ഷപ്പെടൂല. അള്ളാഹു അവന്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും അവന്റെ കാരുണ്യം കൊണ്ട് പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അവന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.